ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടിന് ശേഷം UDF നേതാക്കൾ, പ്രത്യേകിച്ചും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, LDFകാർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും അസംബ്ലി തെരഞ്ഞെടുപ്പിലെന്നാണ്. ജിൻഡോ, LDFകാർ വോട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സാമുദായികമായ അർത്ഥം ഈഴവ സമുദായം UDFന് വോട്ട് ചെയ്യണമെന്നാണ്. കാരണം അതാണ് അവരുടെ ഒരു കോർ വോട്ട് ബേസ് എന്ന് പറയുന്നത്. അവിടെ കടന്നു കയറാൻ നിങ്ങളുടെ പ്ലാൻ എന്താണ്? നിങ്ങളുടെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ആ സമുദായത്തെ എത്രമാത്രം പരിഗണിക്കുന്നുണ്ട്? ഈ സാമുദായികമായ ഒരു സന്തുലനം സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ നിങ്ങൾക്ക് സാധിക്കും? അജിംസെ, ഇതിൽ LDFകാർ വോട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ അത് ഒരു അത്ഭുതകരമായിട്ടുള്ള പ്രസ്താവനയൊന്നുമല്ല. ഈ തെരഞ്ഞെടുപ്പിൽ, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് LDFകാരുടെ വോട്ട് കിട്ടിയിട്ടുണ്ട്, ഒരു സംശയവും വേണ്ടല്ലോ. അപ്പോൾ അത് ഏതെങ്കിലും ഒരു സമുദായത്തെ പ്രത്യേകം പ്രീണിപ്പിച്ചത് കൊണ്ടല്ല. ഈ നമ്മുടെ നാട്ടിൽ കുറച്ച് രീതി സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒരു സമുദായത്തിന് അവർക്ക് ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം അധികാര സ്ഥാനങ്ങളിൽ ഒരു പാർട്ടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് പ്രീണനമായി ഞാൻ കാണുന്നില്ല. ജിൻഡോയ്ക്ക് ന്യായമുണ്ടെങ്കിൽ പറയാം. അല്ല, ഞാൻ അങ്ങനെ തന്നെയാണ്, ഞാൻ അതിലേക്ക് തന്നെ എത്തുന്നത്. നമ്മുടെ നാട്ടിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ കുറേ കാലമായിട്ട് കേൾക്കുന്നത് ഏതെങ്കിലും സാമുദായിക നേതാക്കന്മാരെ അവരുടെ മാത്രം വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്ത് ഈ സമുദായത്തിലെ അംഗങ്ങളായിട്ടുള്ള കുറേ മനുഷ്യരുണ്ടല്ലോ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്ത് പദ്ധതിയാണ് ആവിഷ്കരിച്ച് നടപ്പാക്കാൻ പോകുന്നത്? അതാണ് കുറെ കൂടി നല്ല സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ബൈ ഇലക്ഷനിലൊക്കെ കൃത്യമായിട്ട് LDFന് കാലങ്ങളായിട്ട് വോട്ട് ചെയ്തിരുന്ന കുറേ ആളുകൾ കോൺഗ്രസിനും UDFനും വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാകുന്നത്. കോൺഗ്രസ്സുകാരും UDFകാരും മാത്രം കോൺഗ്രസിന് വോട്ട് ചെയ്താൽ കോൺഗ്രസിന് ഇത്ര വലിയ വിജയം കിട്ടില്ല. അപ്പുറത്തെ ചേരിയിൽ ഞങ്ങളെ എതിർക്കുന്ന പ്രത്യയശാസ്ത്ര ബോധ്യങ്ങളുള്ള ആളുകൾ പോലും ഈ ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയ മുദ്രാവാക്യത്തിന് വോട്ട് ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് വലിയ വിജയവും വലിയ ഭൂരിപക്ഷവും ഉണ്ടാകുന്നത്. അത് ഞങ്ങൾ കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വർഗീയവാദികളായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ആളുകളെ പ്രീണിപ്പിക്കൊണ്ടുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് അല്ല UDF ആഗ്രഹിക്കുന്നത്. പകരം മതേതരവാദികളായിട്ടുള്ള മനുഷ്യരെ അവർ പറയുന്ന കാര്യങ്ങളിൽ ശരികളുണ്ടെങ്കിൽ ആ ശരിയോടൊപ്പം നിന്ന് അവരുടെ ശരികൾക്ക് വേണ്ടിയിട്ട് അത് സാധൂകരിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങളെയാണ് ഞങ്ങൾ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് കാണുന്നത്. അതുകൊണ്ട് തന്നെ LDFന്റെ കോർ വോട്ട് ബാങ്കിൽ വലിയ വിള്ളലുണ്ടാകും. ഈ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകും. ഇനി അജിംസ് പറഞ്ഞതുപോലെ കുറച്ചുകൂടി ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈഴവ വോട്ട് ബാങ്കിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലെ മതേതരവാദികളായിട്ടുള്ള ഈഴവർ മുഴുവൻ, ശ്രീനാരായണീയരായിട്ടുള്ള ഈഴവർ മുഴുവൻ കോൺഗ്രസിനും UDFനും വോട്ട് ചെയ്തിരിക്കും. ഒരു സംശയവും വേണ്ട. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കട്ടുകടത്തിയവരെ 6 വർഷക്കാലം പോറ്റി വളർത്തിയ പിണറായി വിജയൻ സർക്കാരിന് വോട്ട് ചെയ്യണോ? ആ വിഷയത്തിൽ കൃത്യമായിട്ട് രാഷ്ട്രീയമായിട്ട് അതിനെ പ്രതിരോധിക്കുന്ന, അതിനെതിരായിട്ട് സമരം ചെയ്യുന്ന, അത് കൃത്യമായിട്ട് ജനശ്രദ്ധയിൽ കൊണ്ടുവരുന്ന UDFന് വോട്ട് ചെയ്യോ? ഒന്നാമത്തെ കാര്യം അത്. വിശ്വാസവഞ്ചന എന്ന് പറഞ്ഞാൽ വിശ്വാസികളോടുള്ള വഞ്ചന മാത്രമല്ല ഈ സർക്കാർ ചെയ്തിട്ടുള്ളത്. ഈ സർക്കാരിനെ വിജയിപ്പിച്ച മുഴുവൻ മനുഷ്യരോടുമുള്ള വിശ്വാസവഞ്ചന കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിശ്വാസപരമായ പ്രശ്നമായിക്കോട്ടെ, സർക്കാർ സാധാരണക്കാരായിട്ടുള്ള മുഴുവൻ മനുഷ്യർക്കും കൊടുക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, ഈ സർക്കാർ വഞ്ചിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിവ് അവർക്കുണ്ടായിരിക്കും. അതിൽ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നിടത്താണ് ശ്രീനാരായണീയർ, മതേതരവാദികളായിട്ടുള്ള ശ്രീനാരായണീയർ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നിടത്ത് അല്ല എന്നുള്ളത് തെളിയിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ UDFന്റെ വലിയ വിജയം. അതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ പറഞ്ഞ രാഷ്ട്രീയത്തിനൊപ്പമാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെൻഷൻ കിട്ടാതിരിക്കുക, റേഷൻ കിട്ടാതിരിക്കുക, റേഷൻ മുടങ്ങുക, വിലക്കയറ്റത്തിന്റെ ദുരിതം പേറുന്ന സാഹചര്യം ഉണ്ടാകുക, സർക്കാർ അവരെ സമസ്ത മേഖലയിലും അവഗണിച്ചു കൊണ്ടുപോകുക. അതേസമയം സർക്കാരിന് ഓശാന പാടുന്ന പൗരപ്രമുഖന്മാർക്ക് വലിയ സ്വീകരണവും ഒക്കെ കൊടുക്കുക, അവർക്ക് മാസപ്പടി ഒരുക്കി കൊടുക്കുക. ഇങ്ങനെയുള്ളൊരു ഡ്യുവൽ പോളിസി നടപ്പാക്കുമ്പോൾ മനുഷ്യപക്ഷ പോളിസി രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ് ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ സമരം നടത്തിയ UDFന് വോട്ട് ചെയ്തത്. അതുകൊണ്ട് ഞങ്ങളുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പ്രത്യേക മത സാമുദായിക വിഭാഗത്തെ മാത്രം തൃപ്തിപ്പെടുത്തുന്നതല്ല, പകരം എല്ലാ സാമാന്യ ജനങ്ങളെയും ഒരുപോലെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന പൊളിറ്റിക്കൽ പോളിസിയാണ്. അതിൽ സാമുദായിക സംഘടനകളുമായിട്ട് സംസാരിക്കും, അവരുടെ ശരിയായിട്ടുള്ള രാഷ്ട്രീയം, അവരുടെ ശരിയായിട്ടുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കും. അതിലൊന്നും ഒരു തർക്കമില്ല, അതിലൊന്നും ഞങ്ങൾക്കൊരു കുറവും കാണുന്നില്ല. പകരം ഏതെങ്കിലും സാമുദായിക നേതാക്കന്മാർ, പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശനുള്ള ആളുകളുടെ വർഗീയ പരാമർശങ്ങളോട് ഒപ്പം നിൽക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അതിനെ നഖശികാന്തം എതിർക്കും. വെള്ളാപ്പള്ളി നടേശൻ നാളിതുവരെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഒക്കെ വർഗീയ പരാമർശം തന്നെയാണ്. അത് ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരെ തീവ്രവാദിയാക്കാൻ ശ്രമിക്കുന്നതടക്കം, കോട്ടയത്ത് ക്രിസ്ത്യാനികളെയും മലപ്പുറത്ത് പോയി മുസ്ലിങ്ങളെയും സ്വന്തം സമുദായത്തിലുള്ള ആളുകളെ കണിച്ചുകുളങ്ങരെ പോയി മൈക്രോ ഫിനാൻസ് തട്ടിപ്പിന് വിധേയമാക്കുകയും ചെയ്യുന്ന ആള് ഇപ്പോൾ ഹസ്കർ പറഞ്ഞ പോലെയാണെങ്കിൽ വിജിലൻസ് കേസിലെ പ്രതിയാണ്. വിജിലൻസ് വകുപ്പിന്റെ മന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ, ആഭ്യന്തര വകുപ്പ് മന്ത്രി, കാറിൽ
കയറ്റിക്കൊണ്ടുപോയി ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വേദിയിൽ വെച്ച് പ്രദർശിപ്പിച്ച ആ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷൻ വെള്ളാപ്പള്ളി നടേശനെ എതിർക്കാൻ തന്നെയാണ് തീരുമാനം. അതിന്റെ അർത്ഥം ഈഴവരോടോ അല്ലെങ്കിൽ ശ്രീനാരായണീയരോടോ ഞങ്ങൾക്ക് എതിർപ്പുണ്ടെന്നല്ല, അവരുടെ യഥാർത്ഥമായിട്ടുള്ള പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് അവരുടെ ജനകീയ പ്രശ്നങ്ങളെ, മനുഷ്യപക്ഷ പ്രശ്നങ്ങളെ ഞങ്ങൾ അഡ്രസ് ചെയ്യുന്നതോടൊപ്പം മനുഷ്യത്വ വിരുദ്ധമായിട്ട് വർഗീയത മാത്രം കാണുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ വ്യക്തിയെ, അദ്ദേഹത്തിന്റെ ആ വർഗീയ നാവിനെ കൃത്യമായിട്ട് എതിർക്കാനും ഞങ്ങൾ ശ്രമിക്കുന്നതാണ്.